കുറച്ച് ദിവസങ്ങളായിട്ട് പേളി മാണിക്കെതിരെ കുറേയധികം പേരെങ്കിലും രംഗത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പേളി പറഞ്ഞ കാര്യങ്ങളൊട്ടും ശരിയല്ല എന്നുള്ള രീതിയിൽ. ആ കൂട്ടത്തിൽ ഇപ്പം ഭാഗ്യലക്ഷ്മിയും കൂടി വന്നേക്കുവാണ്. ഭാഗ്യലക്ഷ്മി ഇപ്പം ലേറ്റസ്റ്റായിട്ട് പേളി മാണിക്കെതിരെ വീഡിയോയിൽ സംസാരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് പേളി മാണിയെക്കുറിച്ച് സംസാരിച്ചത്, ഭാഗ്യലക്ഷ്മി പറഞ്ഞതെന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റ് ആൾക്കാർ പേളി മാണിക്കെതിരെ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യവും, പിന്നെ പേളി മാണി എന്താണ് ഈ ഒരു പ്രശ്നവും കാര്യങ്ങളും ഇനി അറിയാത്തവർക്കുണ്ടെങ്കിൽ ആദ്യം തൊട്ട് നമ്മളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. സോ ഇതൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. സോ പേളി മാണിയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡൽഹിയിൽ സ്റ്റുഡൻസിൻ്റെ എല്ലാം പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. നീറ്റിൻ്റെ ഭാഗമായിട്ട് ഫെയർ ആയിട്ടുള്ള നീറ്റ് പരീക്ഷ നടത്തണം എന്നുള്ള രീതിയിൽ ആദ്യമേ സമരം തുടങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പയ്യെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങളൊക്കെ വരികയും പോലീസും കുട്ടികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാർത്തയും കാര്യങ്ങളൊക്കെ ഭയങ്കര ന്യൂസൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം ഒത്തുതീർപ്പ് വരെ ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് ഇതൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് കുറേയധികം പേര് ഇതിൽ പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനത്തിലെ വലിയ സെലിബ്രിറ്റീസും കാര്യങ്ങളുമൊക്കെ എല്ലാവരും പ്രതികരിക്കണം എന്നുള്ള രീതിയിൽ ആൾക്കാരെല്ലാം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേയധികം പേര് പേളി മാണിക്ക് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പേളി ചേച്ചി എന്തുകൊണ്ട് ഇതിനൊന്നും സംസാരിക്കുന്നില്ല, സംസാരിച്ചുകൂടെ, ഇത്രയും ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ, അപ്പം ചേച്ചിയുടെ ഒപ്പീനിയൻ അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് പേളിക്ക് കുറേയധികം പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇട്ട വീഡിയോസിന് താഴെ വന്നിട്ട് കമൻറ്റ് ബോക്സിലും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതിന് പ്രതികരിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ. ആദ്യമേ പേളി ഇതിനെപ്പറ്റിയൊന്നും വലുതായിട്ട് സംസാരിക്കുക കാര്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ദിവസങ്ങളോ കഴിഞ്ഞതിന് ശേഷം പേളി മാണി തൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഈ ഒരു പോസ്റ്റിനകത്ത് പേളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലും എൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് ഇത് കണക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണം എന്നുള്ളത്. ആദ്യമേ എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസ് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ട സമയത്താണ് ഇത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പറയാമെന്ന് വെച്ചത്. സോ എനിക്ക് കിട്ടിയ അറിവ് വെച്ചും ഈ ഒരു സമയത്ത് ഞാൻ കണ്ട വീഡിയോസും ഇതൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ടുള്ള അഭിപ്രായമാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇനിയും കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ അത് മാറ്റി പറയാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതും ഇപ്പം എൻ്റെ അറിവിലുള്ള കാര്യമാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പേളി അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, സ്റ്റുഡൻസ് ആക്രമിക്കപ്പെടുന്നതും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇവരെ തിരിച്ച് ആക്രമിക്കുന്നത് പോലീസുകാരെയൊക്കെ. ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളിലും ഏതെങ്കിലും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടിയാണ്. അപ്പം അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ജീവനേക്കാൾ പ്രധാനമല്ല ഇതൊന്നും. സോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകേണ്ടവർ വീട്ടിൽ പോവുക. ഇത് ഇത്രയും ഭയങ്കരമായിട്ടുള്ള അടിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബാക്കി കാര്യങ്ങളെക്കുറിച്ചും പേളി അതിനകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര വിഷമമുണ്ട്, ഇങ്ങനെയൊക്കെ ആവുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ള രീതിയിലും എല്ലാം നേരെ ആവട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പേളി ഇട്ട പോസ്റ്റിനകത്ത് കുറേയധികം വിമർശനങ്ങൾ പിന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പേളിക്കെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പേളി പറഞ്ഞ ആ ഒരു കാര്യം, നിങ്ങളുടെ ജീവനാണ് പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വീട്ടിൽ പോവുകയാണെങ്കിൽ പൊയ്ക്കോളുക എന്നുള്ള രീതിയിൽ പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ പേളി പറയുന്നത് എന്താണ്, എല്ലാവരും വീട്ടിലേക്ക് പോകണമെന്നാണോ, ഈ ഒരു സമരവും കാര്യങ്ങളൊന്നും നടത്തേണ്ട എന്നാണോ പേളി ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതി ചോദിച്ചുകൊണ്ട് പേളിക്കെതിരെ നെഗറ്റീവ് കമൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഭയങ്കര പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്കുണ്ടെങ്കിൽ പൈസ കൊടുത്ത് എന്തും വാങ്ങാൻ പറ്റും. പക്ഷേ സാധാരണ ആൾക്കാർ അങ്ങനെയല്ല, ഇതുപോലത്തുള്ള പരീക്ഷയൊക്കെ വെച്ചിട്ടാണ് അതിൽ ജയിച്ച് മുമ്പോട്ട് വന്നിട്ട് വേണം ജീവിതം നല്ല രീതിയിലെത്താൻ. അങ്ങനെ കുറേയധികം കുട്ടികൾ ഇതിൻ്റെ ഇരിപ്പുണ്ട്. അങ്ങനെ പരിശ്രമിച്ചിട്ടും ഇതേ കണക്കുള്ള ബുദ്ധിമുട്ടും ഇതേ കണക്കുള്ള കറക്റ്റായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള പരീക്ഷ അല്ലാത്തത് കൊണ്ട് മാത്രം ഇപ്പം എത്ര കുട്ടികൾ ജീവനെടുത്തു എന്നറിയാം. അപ്പോഴത്തേന് അതൊന്നും മനസ്സിലാക്കാതെ ഇതേ കണക്ക് കുട്ടികളൊന്നും സമരം ചെയ്യാതെ വീട്ടിൽ പോകണം എന്നുള്ള രീതിയിലുള്ള പരാമർശം ഒട്ടും ശരിയായിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു
ഈ ഒരു എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പേളി മാണി ഉണ്ടെങ്കിൽ ഈ ഒരു പോലീസിൻ്റെ കാര്യങ്ങൾ, പോലീസ് ഈ ഒരു കുട്ടികളെ ആക്രമിച്ചതിനൊന്നും ആ പോലീസിനെതിരെയോ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ ഒന്നും സംസാരിച്ചില്ല. പക്ഷേ ഈ സ്റ്റുഡൻസ് വീട്ടിൽ പോകണം എന്നുള്ള രീതി പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ രണ്ട് സൈഡും പറയണം. അവിടെ അവർ ചെയ്ത കാര്യങ്ങൾ ഒട്ടും പറയാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസിന് വീട്ടിൽ പോകൂ എന്നുള്ള രീതി പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം നെഗറ്റീവ് കമൻസൊക്കെ കുറേയധികം പേളിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലെത്തിയ സമയത്ത് പേളിക്ക് ആ ഒരു കമൻറ്റ് ബോക്സ്, ആ ഒരു പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് തന്നെ ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും വേറെ പോസ്റ്റിന് താഴെ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ട് തന്നെ ഇങ്ങനെ പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പേളിക്കെതിരെ നെഗറ്റീവ് കമൻറ്റ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേയധികം പേര് ഈ ഒരു പേളി പറഞ്ഞ മറുപടിയോടൊക്കെ നെഗറ്റീവായിട്ട് എതിർത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് സംവിധായകനായിട്ടുള്ള സിബി മലയിലിൻ്റെ മകൻ. ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേ കണക്ക് പേളി പറഞ്ഞ ഒട്ടും ശരിയായിട്ടില്ല, ഷെയിം ഓൺ യു, ഇതേ കണക്ക് കുട്ടികളെ വീട്ടിൽ പോകാൻ പറയുന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അവരും വീട്ടിൽ പോയിരുന്നെങ്കിൽ നമുക്കൊന്നും സ്വാതന്ത്ര്യം കിട്ടത്തില്ല, അവരുടെ കല്ലറയിലേക്ക് നേരെ തുപ്പുന്ന രീതിയിലാണ് ഈ ഒരു പേളി മാണി പറഞ്ഞത് എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞതിന് ശേഷം പേളിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായെന്ന് തോന്നുന്നു. പേളി ഉണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേ കണക്ക് ഞാൻ കുറേയധികം പോസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്കെതിരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ ഇതേ കണക്ക്, അതും ഫെയിലായിട്ടുള്ള ഒരു ഡയറക്ടറെ ഭയങ്കര സ്ക്രിപ്റ്റ് പോലെ എഴുതിയേക്കുന്നത് കണ്ടു എന്നുള്ള രീതിയിലൊക്കെ, എൻ്റെ ഈ ഒരു കാര്യം വെച്ച് ഒരു സ്ക്രിപ്റ്റ് എത്രയോ എഴുതിയേക്കുന്നത് കണ്ടു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം വന്നതിന് ശേഷം കുറേയധികം പേര് പിന്നെയും പേളിക്കെതിരെ തിരിയാൻ തുടങ്ങി. കാരണം പേളി മാണി ഉണ്ടെങ്കിൽ സിബി മലയിലിനെയാണ് ഇതേ കണക്ക് ഫെയിലായിട്ടുള്ള ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് പേളി മാണിക്കെതിരെ തിരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെങ്ങനെയാണ് സിബി മലയിലിനെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് പറയാൻ തോന്നി എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ആ മകൻ തന്നെ റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പേളി പറഞ്ഞല്ലോ ഫെയിലായിട്ടുള്ള ഒരു ഡയറക്ടർ, ആ ഡയറക്ടറിൻ്റെ മോനാണ് ഞാൻ, എൻ്റെ അച്ഛൻ എന്നെ നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ട്, ഒരു നട്ടലുള്ള മോനെയാണ് വളർത്തിയിട്ടുള്ളത്, പക്ഷേ നിങ്ങളെ അച്ഛനെ പോലെ നട്ടലില്ലാത്തൊരു മോളെ അല്ല എന്നുള്ള രീതിയിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം പേരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പേളി ഉദ്ദേശിച്ചത് മോനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും സിബി മലയിലാണ് എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു മകൻ അങ്ങനെ വലുതായിട്ട് ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, എന്തോ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഭയങ്കര ഡയറക്ടർ ഏതെങ്കിലും സിനിമ എടുത്തതായിട്ടൊന്നും ഒരു വിവരമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മകനെ അല്ല ഉദ്ദേശിച്ചത്. പേടിയുണ്ടെങ്കിൽ ആ ഒരു പേര് കണ്ടപ്പോൾ സിബി മലയിൽ നിന്ന് തോന്നിയിട്ട് എന്നാണ് പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും ഇത് വന്നതിന് ശേഷം എല്ലാവരും കൂടി ഈ ഒരു പേളിക്കെതിരെ പിന്നെയും പറയാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ അവർ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേയധികം പേര് കാവി കളറാണോ ഇഷ്ടം എന്നൊക്കെ ചോദിച്ച് ഇടുന്നുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് അതെ എനിക്കിഷ്ടം സാഫ്രോൺ തന്നെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് പേളി കമൻറ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കമൻറ്റും പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പിന്നെ പേളി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ച ആയിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. പേളി സംഖ്യയാണ്, പേളി ഉണ്ടെങ്കിൽ യഥാർത്ഥ കാര്യത്തിലല്ല പ്രതികരിക്കുന്നത്, ചില പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ്, യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് പേളിയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് പേളിക്കെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു എല്ലായിടത്തും. മെയിനായിട്ടുള്ള ചാനൽസ് വരെ ഇതെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പേളി ഈ പറഞ്ഞത് ശരിയായില്ല എന്നുള്ള രീതിയിലും പലരും പേളിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. മറീന മൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള നായിക വരെ ഈ ഒരു പേളിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഏതോ ഒരു ഷോയിൽ വന്ന സമയത്ത് പേളി ആ സമയത്ത് ആങ്കറിങ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതും, അതിനുശേഷം പേളി പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഒരു നടി വരുന്നത് കൊണ്ട് ആങ്കറിങ് ചെയ്യത്തില്ല എന്നല്ല, ആ ഒരു പൈസയുടെ എന്തൊക്കെയോ ഇഷ്യൂസ് ആ ഒരു ഷോ ആയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമാണ്. പിന്നെ ആ ഒരു നായിക ആരാന്ന് പോലും എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ എന്തോ പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പം ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ആ നായിക ഉണ്ടെങ്കിൽ ഇപ്പം പേളിക്കെതിരെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അന്ന് ആ പറഞ്ഞതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, വാല്യൂ ഒക്കെ മനുഷ്യരെ വാല്യൂ ചെയ്യാൻ പഠിക്കണം, അവരിരിക്കുന്ന പൊസിഷൻ വെച്ചല്ല, പക്ഷെ ഇപ്പം നിങ്ങൾ പറഞ്ഞ തന്നെ നിങ്ങൾക്കെതിരെ വന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പേളിക്കെതിരെ അവർ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പേളിക്കെതിരെ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പേളി മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പേളി ആ സമയത്ത് പ്രതികരിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം പേളി മാണി സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമേ ആ ഒരു ഇട്ട വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഐ ആം സോറി എന്നായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാരിഫിക്കേഷൻ എന്നതിലേക്ക് മാറ്റി. എന്നിട്ട് പേളി പറഞ്ഞൊരു കാര്യം നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. ഞാൻ ആദ്യമേ ആ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ ഈ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടി ഇതേ കടി കൊള്ളുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ല. ആ രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുവാണെങ്കിൽ വീട്ടിൽ പോകുക, ഇത്രയൊന്നും അടി കൊള്ളണ്ട. അതൊരു അമ്മ എന്ന നിലയിലുള്ള വിഷമമാണ് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേയധികം പേര് ഞാൻ ഇന്ന ഒരു ഡയറക്ടറിനെ ഇതേ കണക്ക് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിനെ അല്ല, അദ്ദേഹത്തിൻ്റെ മോനെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഫെയിലായിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല എന്ന് എനിക്കറിയാം. അത് ആ ഒരു സമയത്ത് ഇതേ കണക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നി. അതുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടത് എന്നുള്ള രീതിയിലാണ് പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് ക്ഷമ പറയണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്നുള്ള രീതിയിൽ പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഞാനങ്ങനെ ഒരു പാർട്ടിക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എല്ലാ പാർട്ടിയിലും എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആരെയും അങ്ങനെ എതിർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ആ ഒരു കളറിൻ്റെ കാര്യം കുറേയധികം പേര് ഈ കാവി കളറിൻ്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു അതെ എനിക്കത് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളത്. പക്ഷേ ഇത് ആൾക്കാർ വലിയൊരു രീതിയിലേക്ക് എടുക്കുകയും ഞാൻ പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തനിക്ക് വിഷമം ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യം കൂടി പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒക്കെ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പം ഭാഗ്യലക്ഷ്മി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റായിട്ട് ഒരു മറുപടിയായിട്ട് പേളി മാണിക്ക് ഒരു മറുപടിയായിട്ട് വന്നേക്കുന്നത്. ഇതേ കണക്ക് പേളിയുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പേളി എനിക്ക് നല്ലോണം അറിയാവുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഇങ്ങനെ പ്രതികരിച്ചത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതും പ്രത്യേകിച്ച് സിബി മലയിലിനെ പോലെ ഇത്രയും വലിയൊരു ഡയറക്ടറിനെ പറ്റി ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പടങ്ങളൊന്നും ഇവിടെ അങ്ങനെയല്ല. ഇപ്പം വരുന്ന ഡയറക്ടേഴ്സ് വരെ അതൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പേളിയെ പോലെ ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ് ഇതേ കണക്ക് ഫെയിലായിട്ടുള്ള ഡയറക്ടർ എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ലെന്ന് ആരും അംഗീകരിക്കത്തുമില്ല. പേളി പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ള രീതിയിലാണ് ഇപ്പോഴുണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മി പേളി മാണിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുറേയധികം ദിവസങ്ങളായിട്ട് പേളി മാണി ഉണ്ടെങ്കിൽ എയറിൽ തന്നെയാണ്. പക്ഷേ പേളി മാണി ഇപ്പം കുറച്ച് ദിവസമായിട്ട് വിദേശത്ത് എന്താണ് ടൂറിന് പോയേക്കാണ്. അവിടെ പോകുന്നതും അവിടുത്തെ കാഴ്ചകളും ഈ ഒരു ശ്രീനിഷയും കുട്ടികളെയും പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വിഷമമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ നെഗറ്റീവ് ഇപ്പോഴും കുറയാതെ തന്നെ നിൽക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സ് ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാവി കളർ ഇഷ്ടമുള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വീട്ടിൽ പോകണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് പേളിക്കെതിരെ ഇപ്പോഴും നെഗറ്റീവായിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.